ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ അവർ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മമ്മേൻ്റെ മസിൽ പൊട്ടി അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ് എന്തായാലും ഇന്ന് അമ്മമ്മക്ക് പണിയൊന്നും അധികം എടുക്കാനും കഴിയില്ല, പിന്നെ കണ്ടന്റും വേണമല്ലോ. അന്ന് നമുക്ക് സഹായിക്കുക ഗൈസ്. അമ്മമ്മനെ എൻ്റെ ചുണ്ട് പൊട്ടിയിട്ടുണ്ടാ ഗൈസ്, നോക്കിയാൽ എന്താണോ ഇന്നലെ ഉണ്ട് പൊട്ടിയിട്ട്. ഗൈസ് എന്തായാലും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ ടൈം ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. സമയം 10:07 ആയിട്ടുണ്ട്. 10:07 ആയിട്ടുണ്ട് കേസ്. അന്നേരം എന്തായാലും നമുക്ക് നേരം പല്ല് തേക്കാം. പല്ല് ചായ കുടിച്ചിട്ട് അമ്മേനെ സഹായിക്കുക കേസ്. ചായയെല്ലാം വെക്കുന്നില്ല അമ്മമ്മ തന്നെയാണ് കേസ്. അമ്മമ്മ ഞാൻ എണീക്കൊന്നും അമ്മ എല്ലാ പണി എടുത്തു കേസ്. ഇനി ആകെ അലക്കലേ ഇനി പണിയുള്ളൂ. അലക്കൽ ഞാൻ എന്തായാലും അമ്മമ്മനെ കൊണ്ട് അടുപ്പിക്കുന്നില്ല. അലക്കൽ ഞാൻ ചെയ്യാം കേസ്. ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ പല്ലേക്കട്ടെ. ഇതിൻ്റെ അകത്ത് എൻ്റെ ബ്രഷിൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ഇതെന്താണ് എൻ്റെ ബ്രഷിൻ്റെ അവസ്ഥ? ഇങ്ങനെ ഗൈസ്, നിങ്ങളെ ബ്രഷാണ് ഇങ്ങനെയാണ്. അതെന്തൊരു വല്ലാത്ത ഒരു രോഗം പിടിച്ച പോലത്തെ ബ്രഷാണ്. പേസ്റ്റ് ഇതാണ് കേട്ടോ, എയർടെൽ കിട്ടില്ല. പേസ്റ്റ് മിൻ്റെ അടിച്ച് കയറും വയലേക്ക്. അമ്മ ആടി ഇരുന്നിട്ട് ആരെയോ ഫോൺ വിളിക്കുക. കൈ വിറക്കുന്നു. നോക്കിയും എൻ്റെ കൈ ഇങ്ങനെ വിറക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും കൈ ഗൈസ്. എന്തായാലും ഞാൻ പല്ലേക്കട്ടെ. മുടിയെല്ലാം ആദ്യം വളർന്ന ഗൈസ്. മുടിനെ ആദ്യം കൊടുക്കേണ്ടത് ഇങ്ങനെ വെള്ളം തേച്ചു. അങ്ങനെയാണ് ഗൈസ്. കുറച്ച് ടൈം എടുത്തു. ഞാൻ പല്ലിയേക്കാൻ പോയതാണ് ഗൈസ്. ഇപ്പോൾ 10:45. ഞാൻ വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി ഗൈസ്. എന്നിട്ട് നമുക്ക് പല്ലിയേക്കാല ചായ കുടിക്കാം. അമ്മമ്മ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. 1 മണിക്കൂർ അടുപ്പിച്ചായി. അമ്മ ഫോണും വിളിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ചായ ഞാൻ എടുക്കണോ അല്ല അമ്മമ്മ എടുക്കണോ ഗൈസ്? നമുക്ക് ചായ നോക്കാമല്ലോ. കുറേ വിഭവങ്ങളുണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുക. ഇതെല്ലാം കാലിപ്പാത്ര കേട്ടോ. നൈസ്. ഗോതമ്പ് ദോശ അല്ല, ഇതെന്താ? ഉഴുന്ന ദോശയും ചമ്മന്തി മല്ലിച്ചപ്പ് സമ്മന്തിയാകെ. അന്നേരം വൈബായിരിക്കും. നമുക്ക് നേരത്തെ നേരം വരാം. ഉഴുന്ന ദോശയും അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ചമ്മന്തിയും കട്ടൻ ചായയും ഗൈസ് കഴിച്ചിട്ട് തരാം. ഈ വ്ളോഗ് കഴിഞ്ഞ് അടുത്ത വ്ളോഗ് ഒരു കിടിലൻ വ്ളോഗ് ആയിരിക്കും ഗൈസ്. മേക്കിംഗ് പൈനാപ്പിൾ സോഡ എന്നൊരു വ്ളോഗ് ആയിരിക്കും ഗൈസ്. ഞാനിപ്പോൾ സോഡ വാങ്ങാൻ പോയിരുന്നു, ക്ലബ് സോഡ. അന്നേരം എന്തായാലും അടുത്ത വ്ളോഗ് മേക്കിംഗ് പൈനാപ്പിൾ സോഡ ഗൈസ്. ഞാൻ ഇതുവരെ പൈനാപ്പിൾ സോഡ ആക്കിയിട്ട് വീട്ടിൽ. അന്നേരം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ഞാൻ വ്ളോഗ് ചെയ്യാം എന്ന് ഞാൻ കരുതി. എന്നുവെച്ചാൽ അങ്ങനെ ഒരു കണ്ടന്റ് നമുക്ക് ആക്കാമല്ലോ ഗൈസ്. അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ. അന്നേരം അലക്കലാണ് നോക്കട്ടെ. അമ്മയോട് ചോദിച്ചോക്കട്ടെ. അലക്കാൻ അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എന്നാലും എന്തോ പോലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ. തുണിയെല്ലാം ആടെ ഇട്ടിട്ടുണ്ട്. അമ്മമ്മ മീൻ മുറിക്കുക. കയ്യാണ്ടാണ് അമ്മമ്മ മീൻ മുറിക്കുന്നത്. കയ്യെല്ലാം വേദനയല്ലേ? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് മുറിക്കുന്നത്? ഇനി ഈ ബ്ലഡ് കണ്ടിട്ട് എൻ്റെ ചാനൽ സ്ട്രൈക്ക് അടിക്കുമോ? അങ്ങനെയാണ് ഗെയിമിങ് വീഡിയോ ഒക്കെ സ്ട്രൈക്ക് അടിച്ചത്. ഗെയിമിങ് ചാനൽ പോയത്. സുഹൃത്തുക്കളെ, സോപ്പ് പൊടി നമുക്ക് ഇട്ടേക്കാം. എത്ര സ്പൂൺ ഇടണം? 2.5 ഗൈസ്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത്, പക്ഷേ വലിയ എക്സ്പേർട്ടൊന്നല്ല. അമ്മമ്മ തന്നെയാണ് എക്സ്പേർട്ട്. 2 അല്ല അറിയല്ലേ? 2 മൂന്നാമത്തെ കുറച്ച് കറക്റ്റ് തന്നെയാണ്. അയ്യോ, ഇപ്പോൾ ഫോൺ കണ്ടിട്ട് സോപ്പ് പൊടിയിലിട്ട് സെറ്റാണ്. ഇനി ഇത് ഓണാക്കട്ടെ. അല്ല, ഇത് കണക്ട് ഇതല്ലേ? 10. ഓക്കെ ഗൈസ്. ഇത് 10 ഇട്ടാൽ 10 മിനിറ്റ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 15 മിനിറ്റ് അങ്ങനെ 40 മിനിറ്റ് വരെ ഉള്ളതുണ്ട് ഗൈസ്. 40 മിനിറ്റ് അന്നേരം കറങ്ങിക്കൊണ്ടിരിക്കും. 10 ഇട്ടിട്ടുണ്ട്. അന്നേരം 10 മിനിറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതെന്തോ വാൾ സെലക്ടർ അങ്ങനെ എന്തോ. ഇത് വെള്ളം കളയുന്നത്, ഡ്രെയിൻ അങ്ങനെ എന്തോ. ഇത് ഉണക്കുന്നത്. ഇതിനകത്ത് തുണി ഉണ്ടാകുമ്പോൾ അലക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ടിട്ടാണ് ഉണക്കുന്നത്. ഭയങ്കര ടെക്നോളജിയാണല്ലേ വാഷിംഗ് മെഷീൻ. കോഴിക്കറുപ്പിനെ കാണിച്ചു തന്നിട്ട് നമ്മുടെ കോഴിക്കറുപ്പ് ഇവിടെ സുഖകരമായി നിൽക്കുകയാണ്. ഓടല തേടി ഓടുന്നു. ഇത് മൊത്തം കലങ്ങി ഓടലാണ്. അമ്മമ്മനെ എന്തല്ലോ പറയാനും തുടങ്ങി. എന്തോ എൻ്റെ കാര്യത്തിൽ എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്നോ. ഇങ്ങനെയാണ് ഗൈസ് ഞാനും അമ്മമ്മയും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നമാവും അല്ലേ? അല്ലേന്ന്? അതെ, അതാണ്.
ഈ ചെടിയിൽ കുറച്ച് സപ്പോർട്ടൊക്കെ വന്നു കേട്ടോ. അത്ര നാളായി. നല്ല പൂ. ഫോക്കസ് ഓക്കെ. ഇതിനകത്ത് സപ്പോർട്ട് ഉണ്ട് എന്ന് അമ്മമ്മ പറഞ്ഞു. എവിടെയൊന്നും കാണുന്നൊന്നുമില്ല. അതാ മേലെ ഉണ്ടോന്ന്. അതല്ലേ അവിടെ ഒന്നുണ്ട്. ഒന്നേ ഉള്ളൂ. ഇതാ കുറേ ഉണ്ടെന്ന് പറഞ്ഞേ. അതിൻ്റെ അകത്ത് ഞാൻ ഒന്നല്ല കാണുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഒന്നേ കാണുന്നുള്ളൂ. ക്ഷമയിലുണ്ട് എനിക്ക്. അതെന്തൊരു കത്തിരിക്കുകയാണ് അമ്മമ്മേ. ഓ ഡാർക്ക്നെസ്. നമുക്ക് വാ ഗൈസ്, നമുക്ക് ഈ മീൻ പൂച്ചക്കിട്ട് കൊടുക്കാം. അധികം ഷോ കളിക്കല്ല. വന്നേ നഗട് ഇട്ടിട്ടുണ്ട്. തിന്ന് പൂച്ചേ, അപമാനിക്കല്ല. ഗൈസ്, ഈ പൂച്ചക്ക് നമ്മൾ തിന്നാൻ കൊടുത്തു. നന്മ മരമാണ് നമ്മൾ. ഗൈസ്, ഇത് പ്രസവിച്ചിനി. അതിൻ്റെ അകിടെല്ലാം നോക്കണം. ഗൈസ്, നമുക്ക് ഒരു മീൻ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. കൈക്ക് പൂച്ചേ, എന്നാ പൂച്ചേ എനിക്ക് തിന്നാൻ തന്നില്ല. ഞാൻ കൈക്ക് ഇതാ മീൻ ആടിയിട്ടിട്ടാ. നല്ല ഫ്രഷ് മീനാണ്, ഇപ്പം മുറിച്ച പാടാ. ഈ പൂച്ചേൻ്റെ മൂഡ് ശരിയല്ലാന്ന് തോന്നുന്നു, കഴിക്കുന്നില്ല. ഒരു മീൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത്. അത് എനിക്ക് പിടിച്ചിട്ട് തന്നേണ്ട മീനാണ്. എന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത്. എൻ്റെ അത് തിന്നുന്നില്ല. ആരെയും നോക്കുന്നു? അമ്മമ്മ വരുന്നുണ്ട് കൈസ്. അതാ പൂച്ച അമ്മമ്മനെ നോക്കുന്നു. പൂച്ച വന്നു. പൂച്ചനെ നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെയുണ്ട്. ഇവിടെ ആ വാഴയിലേൻ്റെ ബാക്കിലുണ്ട് കൈസ് പൂച്ച. അതിങ്ങനെ ഇപ്പം നിങ്ങളെ കാണിക്കുക. അത് അവിടെ ഉണ്ട്. നീ കണ്ടല്ലേ പൂച്ചനെ കണ്ട? അത് ആ വാഴയിലേൻ്റെ ബാക്കിൽ ഒരു വെള്ള സഞ്ചി പോലത്തെ സാധനം കണ്ട? അതാണ് ക്യാറ്റ് കൈസ്. മീൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് മത്തി. പൊരിച്ച ഫ്രഷ് മത്തിയല്ല, സോറി പൊരിച്ചിട്ടില്ല, ഫ്രഷ് മത്തി. എന്നിട്ട് ഈ കള്ള പൂച്ച തിന്നുന്നില്ല. ആ പൂച്ചക്ക് കൊടുക്കേണ്ട ഒരാവശ്യം എനിക്കില്ലായിരുന്നു. അതെനിക്ക് ഇന്ന് ഉച്ചക്ക് പൊരിച്ചിട്ട് തിന്നേണ്ട മീനാണ്. എനിക്ക് കൊടുത്ത് അതിൻ്റെ ഒരു നന്ദി കാണിക്കുമോ? അത് കാണാനിട്ടാമോ? മണത്ത് കണ്ടിനി തോന്നുന്നു. ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് അമ്മ വരാത്തെ. നമുക്കെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വരുമായിരിക്കും. ഇന്നത്തെ വീഡിയോ പൂച്ച കൊണ്ടുപോയി. ലെങ്ത്ത് കൂടി വീഡിയോക്ക്. വരുന്നുണ്ട് ഗൈസ്. വന്ന് പൂച്ച വന്ന് തിന്ന് പൂച്ച. ഇതെന്തൊരു പേടിയായി പൂച്ചക്ക്. വേഗം തിന്ന് മത്തി. അതാ നിൻ്റെ മുന്നിലതല്ലേ മത്തി. വേറെ പൂച്ചയും വരുന്നുണ്ടോ? വേറെ എന്തെല്ലാം ഒച്ച വെക്കുന്നുണ്ട്. പുലിയെല്ലാം വരുന്ന അതിൻ്റെ വരുന്ന പതുങ്ങിയിട്ട് തിന്ന പൂച്ചേ. ഇതിവിടെ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ വീട്ടിലിട്ട് കൊടുത്തിന്. ഇതല്ലേ മത്തിയുടെ ഇത് തിളങ്ങുന്ന. കാണുന്നുണ്ട്. അതിൻ്റെ ബുദ്ധി നമുക്ക് ടെക്നിക്കൽ. മണപ്പിച്ചിട്ട് വരുന്നു. ഞാൻ ആദ്യം ഇട്ടുകൊടുത്ത സ്ഥലത്ത് ഇപ്പം മണപ്പിച്ചെത്തിയേ. അതായത് മീനിപ്പം അങ്ങോട്ടേക്കാണ് ശരിയാവും. പക്ഷെ ഞാൻ ആദ്യം ഇട്ടുകൊടുത്ത സ്ഥലത്ത് മണപ്പിച്ചെത്തി. ഓക്കെ. മീനെടുത്തു. കടിച്ചിട്ട് ഓടുന്ന എൻ്റെ പൊരിച്ച മീൻ. അമ്മമ്മ എൻ്റെ മീൻ മൊത്തം എടുത്തിട്ട് ഓടി. അത് ഞാൻ പകുതി തിന്നു വിചാരിച്ചു. എന്ത് പറഞ്ഞാലും പാവം പൂച്ചയല്ലേ. ബിസ്ക്കറ്റ് കൊടുക്കാം നമുക്ക്. ബിസ്ക്കറ്റ് പൊളിച്ചേ. അത് ആദ്യം വന്നിട്ടുണ്ട്. അല്ല, ഞാൻ ഇന്നത്തെ വ്ളോഗെന്ന് അമ്മമ്മനെ സഹായിക്കാൻ. ഇതിപ്പോൾ ഞാൻ പൂച്ചനെ സഹായിക്കുന്നു അല്ലേ? പൂച്ചനെ സഹായിക്കുന്ന വ്ളോഗായി പോയി. അമ്മമ്മനെ സഹായിക്കാം കേട്ടോ. ഇത് 2 ബിസ്ക്കറ്റ്. ഇത് ഞാൻ തിന്നുന്ന കേട്ടാ. ബിസ്ക്കറ്റ് തിന്നുന്ന പൂച്ചേ. ഞാൻ എനിക്ക് കഷ്ടപ്പെട്ടിട്ടെന്നെയാണ്. ബിസ്ക്കറ്റിനെ മൈൻഡ് പോലെ ആക്കുന്നില്ല കേട്ടാ. അതിൻ്റെ മുന്നിലാണ് 2 ബിസ്ക്കറ്റ് ഉള്ളത്. അയ്യോ, മുള്ളു കുടിക്കുക അതുകൊണ്ടൊക്കെ. ഇന്നത്തെ വീഡിയോ പൂച്ച കൊണ്ടുപോയി സുഹൃത്തുക്കളെ. ബിസ്ക്കറ്റ് ഇതാ. ബിസ്ക്കറ്റ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നല്ല. എന്താണ് ഗൈസ്, എൻ്റെ ബിസ്ക്കറ്റും പോയിട്ടാ. ബിസ്ക്കറ്റ് കടിച്ച് മുറിച്ചത് തിന്ന്.
ഒരു ബിസ്ക്കറ്റ് ഇപ്പോൾ ഒറ്റയടിക്കകത്താക്കിയേ, അത് അടുത്ത ബിസ്ക്കറ്റ് അകത്താക്കുന്ന. ഇത് ഭയങ്കരം തന്നെ, ഭയങ്കരം പൂച്ച കേട്ടോ. അല്ല നമ്മൾ അലക്കെങ്ങനെയായി? ഓക്കെ ഇട്ടോളൂ. പൂച്ചക്ക് തിന്നാൻ കൊടുത്തതിന് ശേഷം വേർത്ത് കുളിച്ച് 1 മണിക്കൂർ ശേഷം എനിക്ക് വ്ളോഗ് ചെയ്യുന്നത്. 1 മണിക്കൂർ ശേഷം. സത്യത്തിൽ അമ്മമ്മനെ സഹായിച്ച ഞാൻ വ്ളോഗ് ചെയ്തില്ലെന്ന് മാത്രം അല്ലേ? ഞാൻ സഹായിച്ചില്ലേ? കാണുന്നവർ ശരിക്കും അമ്മമ്മനെ ഒന്നിനെ സഹായിച്ചില്ല. സഹായിച്ചു ഞാൻ. അന്നേരം ഞാൻ വ്ളോഗ് ചെയ്തില്ല. ഞാൻ സോഡ വാങ്ങാൻ പോയി. ഇപ്പോൾ അന്നേരം സോഡ വാങ്ങി വന്നേ ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഗൈസ് പൈനാപ്പിൾ സോഡ. ഓക്കെ, ഞാൻ ആദ്യം വെച്ച് അങ്ങനെ ആക്കുന്നത് എങ്ങനെയാവുമെന്ന് അറിയില്ല, ആക്കി എങ്ങനെ ആവുമെന്നും അറിയില്ല. അമ്മമ്മനെ കൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നാണ് ടേസ്റ്റ് എങ്ങനെയായിരിക്കുമെന്നൊന്നും അറിയില്ല അല്ലേ? അമ്മക്കൊരു താല്പര്യമില്ല വ്ളോഗിൽ ഇങ്ങനെ സംസാരിക്കാനും. അതൊന്നും താല്പര്യമില്ലാത്ത താല്പര്യം ആക്കുവാണ്ടേ? താല്പര്യം ആക്കണം അല്ലേ? അതാണ്. തുണിയലിൻ്റെ തിട്ട് ഇതൊക്കെ ഓണാക്കി സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് അലക്കി കിട്ടണം. അമ്മമ്മ അന്നേരം അലക്കാതെ വിശ്രമിക്കുകയാണ്. അമ്മമ്മ വിശ്രമിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. അമ്മമ്മ മീൻ പൊരിക്കാൻ പോവാം. അമ്മമ്മ എന്നിട്ടും ഞാൻ ചെയ്തു തരുന്നുണ്ടെങ്കിലും അമ്മമ്മതായ രീതിയിൽ അമ്മമ്മ എങ്ങനെയെങ്കിലും അമ്മമ്മ പണിയെടുക്കും. കൈസ് അതങ്ങനെയാണ്. അമ്മക്ക് പണിയെടുക്കാണ്ടിരിക്കാൻ കഴിയില്ല. അത്ര കയ്യിലെങ്കിലും അമ്മ പണിയെടുക്കും. പണിയെടുക്കാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത് നല്ല കാര്യമാണ്. പണിയെടുക്കാണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നമാവുക. പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെ. അതാ ഇപ്പോൾ വെള്ളം വെച്ചു എല്ലാം സെറ്റായി ചെയ്യുന്നുണ്ട്. 10 മിനിറ്റിൻ്റെ അത് ഓഫായിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. അന്നേരം ഓക്കെ വാഷായി കഴിഞ്ഞിട്ടുണ്ട്. കേസിന് എന്താണ് എടുത്ത പരിപാടിയെന്ന് ചോദിക്കാം. ഇപ്പം മനസ്സിലായി അമ്മ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അമ്മമ്മേ ഇനി എന്തെങ്കിലും അങ്ങനെ ചെയ്യണ്ട ഇല്ലേ? എന്താ ചൂടാക്കാൻ പോവുക? അന്നേരം അലക്കി കഴിഞ്ഞില്ലേ ഇപ്പം? കേസ് എന്തായാലും അലക്കി കഴിഞ്ഞു. ഇത് ഞാൻ കുറച്ച് വ്ളോഗാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന കേസ് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലുതായിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. എന്നുവെച്ചാൽ ചെയ്യാൻ അമ്മമ്മനെ വിടൂല കേസ്. എന്നുവെച്ചാൽ അമ്മമ്മക്ക് എന്തെല്ലാം ചെയ്യണം. അത് അമ്മമ്മ ചെയ്താലേ അത് ശരിയാവും കേസ്. ഞാൻ ചെയ്താൽ ശരിയാവില്ല. അങ്ങനെയൊന്നുണ്ട്. അമ്മമ്മയല്ല ഇപ്പോൾ ചെയ്യുന്നത് കേസ്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. എന്നിട്ട് പുതിയൊരു വീഡിയോ കാണാം. അമ്മമ്മ ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ കേസ്, ബൈ. അത്ര അടുത്ത വീഡിയോ പൈനാപ്പിൾ സോഡ മേക്ക്. ബൈ.